കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിക്കും ജഡ്ജിക്കുമെതിരെ ഗുരുതര പരാമർശങ്ങളുമായി സർക്കാരിന് നിയമോപദേശം. മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയനിഴലിലായ വിചാരണ കോടതി ജഡ്ജി വിധി പറയാൻ അർഹയല്ലെന്നാണ് നിയമോപദേശം നൽകിയിരിക്കുന്നത്. ദിലീപിനെതിരെ സമർപ്പിച്ചത് ഗൗരവമേറിയ തെളിവുകളായിരുന്നു. എല്ലാം പക്ഷപാതത്തോടെ കോടതി തള്ളിക്കളഞ്ഞെന്നും പരാമർശം. അടുത്തയാഴ്ച സർക്കാർ അപ്പീൽ നൽകും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഏത് സാഹചര്യത്തിലാണ് പ്രോസിക്യൂഷൻ ഇത്തരമൊരു റിപ്പോർട്ട് നിയമോപദേശം എന്ന് പറഞ്ഞ് സർക്കാരിന് കൊടുത്തിരിക്കുന്നത്? ഗുഡ് മോർണിംഗ്. വിചാരണ കോടതിക്കെതിരെ ആദ്യഘട്ടം മുതൽ തന്നെ പ്രോസിക്യൂഷൻ നിലപാടെടുത്തിരുന്നു. പ്രത്യേകിച്ച് ഈ വിധി പുറത്തു വന്ന ഘട്ടത്തിൽ, ഗൂഢാലോചനയിൽ നിന്ന് ദിലീപിനെ ഒഴിവാക്കിയ ഘട്ടത്തിലും പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഒഴിവാക്കിയ ഘട്ടത്തിലുമൊക്കെ പ്രോസിക്യൂഷൻ നിലപാടെടുത്തത് ഈ കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ നിന്ന് ഈ കേസിൽ ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത് അതൊരു പാസ്പോർട്ടായി ഞങ്ങൾ കണക്കാക്കുന്നു മേൽക്കോടതിയിലേക്ക് പോകാൻ എന്നാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ അജകുമാർ അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെയാണ് സർക്കാർ അപ്പീൽ നൽകാനുള്ള നടപടിയിലേക്ക് കടന്നത്. കഴിഞ്ഞ ദിവസം ഈ പ്രോസിക്യൂഷൻ DGP കൈമാറിയ അപ്പീൽ ഹർജി അത് സർക്കാർ അംഗീകരിച്ചിരുന്നു. അതിലാണിപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഗുരുതരമായ പരാമർശങ്ങൾ വിചാരണ കോടതിക്ക് എതിരെയുള്ളത്. ഈ ജഡ്ജിക്ക് വിധി പറയാൻ അർഹതയില്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് മെമ്മറി കാർഡ്, ഈ കേസിലെ വൈറ്റൽ തെളിവായ മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയനിഴലിൽ നിൽക്കുന്ന ആളാണ് ജഡ്ജി. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ കേസിൽ വിധി പറയാൻ അർഹതയില്ല. ദിലീപിനെതിരെ കൊണ്ടുവന്ന തെളിവുകൾ അത് പക്ഷാപാതപരമായി കൈകാര്യം ചെയ്തു എന്നാണ് പറയുന്നത്. 8-ാം പ്രതി ദിലീപിനെയും 15-ാം പ്രതി ശരത്തിനെയും ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു വിധി പ്രസ്താവിച്ചത് തുടങ്ങിയ ഗുരുതര ആരോപണങ്ങൾ വിചാരണ കോടതിക്കെതിരെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നൽകിയ നിയമോപദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഇനി തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ്. അടുത്ത ആഴ്ചയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നത്. ആ ഘട്ടത്തിൽ ഈ വിചാരണ കോടതിക്കെതിരെയുള്ള ഈ ആരോപണങ്ങൾ അതെങ്ങനെയായിരിക്കും മേൽക്കോടതി പരിശോധിക്കാൻ പോകുന്നതുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. തെളിവുകൾ പരിശോധിക്കാത്തതിൽ കടുത്ത അതൃപ്തി പ്രോസിക്യൂഷൻ രേഖപ്പെടുത്തുന്നു. സാധാരണഗതിയിൽ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ പരിശോധിക്കുന്നതിന് സുപ്രീം കോടതി ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പല കേസുകളും അതുമായി ബന്ധപ്പെട്ട് ഉദാഹരണങ്ങളായി പറയാറുമുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ പരിഗണിക്കപ്പെട്ടില്ല. ദിലീപിനെയും ശരത്ജി നായരെയും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിൽ പക്ഷാപാതപരമായ നിലപാട് വിചാരണ കോടതി എടുത്തു എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഈ നിയമോപദേശത്തിൽ ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.